സജീവ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്കുള്ള നെഹ്റു കുടുംബത്തിലെ ഇളമുറക്കാരി പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ് പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നുവെന്ന് കണക്കുകൾ. പ്രിയങ്ക എഐസിസി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതിനു ശേഷമുള്ള 4 ആഴ്ച കൊണ്ട് 10 ലക്ഷം ബൂത്തുതല കേഡർമാരാണ് കോൺഗ്രസിലേക്ക് പാർട്ടി പ്രവർത്തനത്തിന് എത്തിയത്. പാർട്ടിയുടെ ഡേറ്റ അനലിറ്റിക്സ് വിഭാഗമാണ് ഈ കണക്ക് പുറത്തുവിട്ടത്. ഉത്തർപ്രദേശിൽ കേഡർമാരാകാൻ തയ്യാറാകുന്നവരുടെ എണ്ണം 1.5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷമായി ഉയർന്നു. കോൺഗ്രസിന് ശക്തിയില്ലാത്ത തമിഴ്നാട്ടിൽ 2 ആഴ്ച കൊണ്ട് 2.5 ലക്ഷം ബൂത്തുതല കേഡർമാരാണ് രജിസ്റ്റർ ചെയ്തത്. ജനുവരി 23-നാണ് പ്രിയങ്ക ഗാന്ധിയെ കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കോൺഗ്രസ് നിയമിച്ചത്. 4 ആഴ്ച കൊണ്ട് രാജ്യത്തൊട്ടാകെ കോൺഗ്രസിന്റെ ബൂത്തുതല കേഡർ രജിസ്ട്രേഷൻ 54 ലക്ഷത്തിൽ നിന്നും 64 ലക്ഷമായി ഉയർന്നു. പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരവ് കോൺഗ്രസിനെ മാറ്റിമറിച്ചു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഉത്തർപ്രദേശിനെ കൂടാതെ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ വർധനവ്. ഡേറ്റ അനലിറ്റിക്സ് വിഭാഗം തലവൻ പ്രവീൺ ചക്രവർത്തി പറഞ്ഞു. ശക്തി ആപ്പിലൂടെയാണ് രജിസ്ട്രേഷൻ. അതുകൊണ്ട് പ്രവർത്തകരുടെ വർധനയുടെ കൃത്യമായ കണക്ക് കോൺഗ്രസിന് എടുക്കാനാകും. പ്രിയങ്ക ഗാന്ധി ഇതുവരെ ഒരു വലിയ റാലിയെ അഭിസംബോധന ചെയ്തിട്ടില്ല. പകരം പ്രത്യേക കോൾ സെന്റർ ഉണ്ടാക്കി പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയാണ് പ്രിയങ്ക. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് കോൾ സെന്റർ.